ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് CM കിഡ്സ് എക്സാമിൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക് ഇന്നത്തെ എക്സാം? സിമ്പിളായിരുന്നോ? എല്ലാവരും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. 1. സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളെയും സൗജന്യമായി പഠനയാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട് കുട്ടികളുടെ ഡേഷ് ചുവടെയുള്ളതിൽ ഏത് പ്രയോഗമാണ് തുടർന്ന് വരാവുന്നത്? മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. ബി. നെഞ്ചിൽ തീ കോരിയിട്ടു. സി. നെഞ്ചിലെ ഭാരം വർദ്ധിച്ചു. ഡി. മനസ്സിൽ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. ആൻസർ എ. മനസ്സിൽ പ്രതീക്ഷയുടെ ചിറകുമുളച്ചു. 2. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക എന്ന വാക്യം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത്? എ. എല്ലാവരും പ്രശസ്തമായ ശാസ്ത്രജ്ഞരാവാൻ ശ്രമിക്കണം. ബി. ആകാശ നിരീക്ഷണം നടത്തി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡി. ആകാശത്തേക്ക് വെറുതെ നോക്കിയിരുന്ന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണം. ഡി. കുറവുകളെയും പരിമിതികളെയും കുറിച്ച് ചിന്തിക്കാതെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കണം. ആൻസർ ഡി ആണ് അല്ലേ. 3. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാനമായ രീതിയിൽ ചേർത്തെഴുതാവുന്ന വാക്യങ്ങളുടെ കൂട്ടമേത്? ആൻസർ 3 ആണ്, ഓപ്ഷൻ ഡി. 4. അക്ഷരമാല ക്രമത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകളുടെ കൂട്ടം കണ്ടെത്തുക. ആൻസർ സി. അച്ഛൻ, ഇഷ്ടം, യാത്രക്കാർ, സമുദ്രനിരപ്പ്. 5. ശരിയായ ചിഹ്നം നടത്തിയ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹോ, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച്? നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കടക്കാൻ? എനിക്കും വരണമെന്നുണ്ട്, പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ? കുഞ്ഞു മീനുകളെ കണ്ട് കുട്ടി ഇങ്ങനെ പറഞ്ഞു. 6. വാക്കും അർത്ഥവും തമ്മിൽ ശരിയായി യോജിപ്പിച്ചിട്ടുള്ള ജോഡികൾ കണ്ടെത്തുക. അന്തി, സന്ധ്യ, അല്ലൽ, കാട്, മെയ്യ്, ശരീരം, കാനനം, മുഖം. ഇവിടെ 1, 3 ആണ് ശരി. അന്തി, സന്ധ്യ, മെയ്യ്, ശരീരം. ആൻസർ ഓപ്ഷൻ ബി. 7. രചനകളുടെയും എഴുത്തുകാരുടെയും പേരുകൾ ചേരുംപടി ചേർക്കുക. ചിറകുള്ള ബസ്, വിഷ്ണുപ്രസാദ്, കൃഷ്ണഗാഥ, ചെറുശ്ശേരി, കാന്താരിക്കുട്ടിയും കൂട്ടുകാരും. എസ്. ശിവദാസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 സി, 2 ഡി, 3 ബി. 8. നെഞ്ച് എന്ന കവിതയിലെ ആ തോടും ചത്തുപൊങ്ങി എന്ന വരിയുടെ ശരിയായ ആശയം എന്ത്? 1. തോട്ടിലെ ജീവികൾ നശിച്ചു. 2. തോട് ആകെ മലിനമായി. ആൻസർ ബി ആണ്, 1ഉം 2ഉം. താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്ലാസ്മേറ്റ്സ്. പൊണ്ണൻ കടുവയാണ് എല്ലാത്തിനും മുൻകൈയെടുത്തത്. പല പാട് ചിതറിക്കിടക്കുന്ന സഹപാഠികളെല്ലാം കത്തയച്ചും മൊബൈൽ നമ്പർ തേടിപ്പിടിച്ചും വിളിച്ചതുമെല്ലാം അവനാണ്. അറിയിപ്പ് കിട്ടിയവരെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ പഴയ ലാവണത്തിലെത്താൻ തുടങ്ങി. പൊണ്ണൻ പള്ളിക്കൂടത്തിനു വെളിയിൽ നിറച്ചിരിയോടെ എല്ലാവരെയും എതിരേറ്റു. കൈപിടിച്ച് കുലുക്കിയും കെട്ടിപ്പിടിച്ചും പഴയ സഹപാഠികൾ സ്നേഹം പ്രകടിപ്പിച്ചു. നേരം വൈകിയെന്നു കരുതി ധൃതി പിടിച്ചാണ് വേലുമുയൽ സ്കൂൾ ഗേറ്റിലെത്തിയത്. ഗേറ്റിൽ നിന്ന കടുവ ചങ്ങാതി ഇരു കൈയും നീട്ടി വേലുവിനെ സ്വീകരിച്ച് സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയി. ഏറെ വൈകാതെ പൊണ്ണൻ കടുവ കയ്യും വാലും നൊട്ടിനുണച്ചുകൊണ്ട് അടുത്ത ക്ലാസ്മേറ്റിനെ സ്വീകരിക്കാൻ സ്കൂൾ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. എം. കൃഷ്ണദാസ്. അതിൽ 9ാമത്തെ ചോദ്യമാണ്. സ്കൂളിൽ ഏത് പരിപാടിക്കാണ് മൃഗങ്ങളെല്ലാവരും ഒത്തുചേർന്നത്? സ്കൂൾ വാർഷികാഘോഷം, രക്ഷിതാക്കളുടെ യോഗം, പൂർവ്വ വിദ്യാർത്ഥി യോഗം, പ്രവേശനോത്സവം. ആൻസർ സി ആണ്, പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം. 10. കടുവ കയ്യും വാലും നൊട്ടി നുണച്ചുകൊണ്ട് വന്നു. ഈ വാക്യത്തിൽ നിന്ന് എന്ത് കാര്യമാണ് മനസ്സിലാകുന്നത്? മുയലിനെ കടുവ ഭക്ഷിച്ചു. കടുവയ്ക്ക് ഉറക്കം വന്നു. കടുവയ്ക്ക് സന്തോഷം തോന്നി. കടുവയ്ക്ക് ക്ഷീണം തോന്നി. ആൻസർ എ. മുയലിനെ കടുവ ഭക്ഷിച്ചു. ഇനി ഇംഗ്ലീഷാണ്. റീഡ് ദ പാസേജ് below and answer the question. Jay saw a new notice in the school notice board. Attention children, water the plants in the biodiversity garden only in the morning. Wondered why? The teacher explained. Plants stay fresh for a longer time when we water them in the morning. Water in the hot afternoon makes up water dry up quickly. ജയ് നോട്ടീസ് ബോർഡിൽ ഒരു പുതിയ നോട്ടീസ് കണ്ടു. കുട്ടികളെ ശ്രദ്ധിക്കുക. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ചെടികൾക്ക് രാവിലെ മാത്രം വെള്ളം നനയ്ക്കുക.
എന്തുകൊണ്ടാണെന്ന് ജയ് ചിന്തിച്ചു. ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതിൽ നമ്മൾ നനയ്ക്കുമ്പോൾ ചെടികളെല്ലാം കൂടുതൽ നേരം പുതുമയോടെ നിൽക്കും, ഫ്രഷായി നിൽക്കും. ഉച്ച കഴിഞ്ഞ് നനയ്ക്കുകയാണെങ്കിൽ വെള്ളം വേഗത്തിൽ വറ്റാൻ കാരണമാകും. ഇതിൽ ചോദ്യം വായിക്കാം. വൈ ഡിഡ് ദ ടീച്ചർ സേ ദാറ്റ് ഇറ്റ് വാസ് ബെറ്റർ ടു വാട്ടർ പ്ലാന്റ്സ് ഇൻ ദ മോർണിംഗ്? രാവിലെ ചെടികൾ നനയ്ക്കുന്നതാണ് നല്ലതെന്ന് ടീച്ചർ പറയാൻ കാരണം എന്താണ്? ആൻസർ ബി ആണ്. വാട്ടർ ഡ്രൈസ് അപ്പ് ക്വിക്ക്ലി ഇൻ ദ ആഫ്റ്റർനൂൺ. 12. വാട്ട് ഈസ് ദ ഐഡിയ കൺവേർഡ് ബൈ ദ നോട്ടീസ്? നോട്ടീസിന് നൽകുന്ന ആശയം എന്താണ്? ഹൗ ടു ക്ലീൻ ദ ഗാർഡൻ. ഗാർഡൻ എങ്ങനെ ക്ലീൻ ആക്കാം. 2. വൈ ദ പ്ലാന്റ് ഗ്രോ ടോൾ. സസ്യങ്ങൾ ഉയരത്തിൽ വളരുന്നതിന് കാരണം എന്താണ്? ഹൗ ടു സോ സീഡ്. വിത്ത് വിതക്കുന്ന രീതി. വെൻ ടു വാട്ടർ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് എപ്പോൾ വെള്ളം കൊടുക്കണം. ആൻസർ ഡി ആണ്. 13. ചൂസ് ദ കറക്റ്റ് വേർഡ്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഈസ് നോട്ട് പ്രോപ്പർ ടു വാട്ടർ പ്ലാന്റ്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ബിക്കോസ് ദ വാട്ടർ. ഉച്ച കഴിഞ്ഞ് ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത് ശരിയല്ല, കാരണം വെള്ളം വേഗത്തിൽ എന്താവും? വറ്റിപ്പോകും. ആൻസർ ഏതാണ്? ആൻസർ എ, ഡിസപ്പിയേഴ്സ്. ഡിസപ്പിയറിൻ്റെ മീനിങ് അപ്രത്യക്ഷമാകുമെന്നാണ്. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വറ്റിപ്പോകും. 14. ദ ക്യാറ്റ് മൂവ്ഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ ടുവേർഡ്സ് ദ ബൗ വാച്ചിങ് എവരി ഡേ കെയർഫുള്ളി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ വേർഡ്സ് അണ്ടർലൈൻ? എല്ലാവരെയും നോക്കിക്കൊണ്ട് പൂച്ച പതുക്കെ പതുക്കെ പാത്രത്തിലേക്ക്, ബൗളിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഇവിടെ അടിവരയിട്ട വാക്കിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന വാക്ക് ഏതാണ്? റഷ്ഡ് തിടുക്കപ്പെട്ടു, വേഗത്തിൽ. ജമ്പഡ് ചാടി. ഇഞ്ചഡ് അടുത്ത്, ഇഞ്ചോടിഞ്ചടുത്ത് എന്ന് പറയല്ലോ. ക്രാബ്ഡ് പിടിച്ചു. ആൻസർ സി ആണ്, ഇഞ്ചഡ്. 15. സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് ആൻസർ. എ ടോൾ. ടോൾ. 2 ബിൽഡിംഗ്. ബി സ്പൈസി. 4 സൂപ്പ്. സി ബ്രൈറ്റ്. 1 മോർണിംഗ്. 2 ബി 4 സി 1. ഓപ്ഷൻ ബി. 16. ദ ബേബി ഈസ് സോഫ്റ്റ് ആസ് എ ഫ്ലവർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് സെയിം മീനിങ്? ആൻസർ സി ആണ്. ദ ബേബി ഈസ് സോഫ്റ്റ് ലൈക്ക് എ ഫ്ലവർ. കുഞ്ഞ് ഒരു പുഷ്പം പോലെ മൃദുലമാണ്. 17. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ദ വിസാർഡ് ഓഫ് ഓസ് ഈസ് എ സ്റ്റോറി ഫിൽഡ് വിത്ത് മാജിക് ആൻഡ് ഡാഷ്. ശരിയായ അക്ഷരത്തിൽ എഴുതിയത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആൻസർ ബി ആണ്, മിസ്റ്ററി. മിസ്റ്ററി എന്നാൽ നിഗൂഢത. ദ റീഡ് ദ പോയം, ആൻസർ ദ ക്വസ്റ്റ്യൻ. ബി ബ്രേവ്, ബി ബോൾഡ്, ദ യുവർ ഹെർട്ട് ഹോൾഡ്, ട്രൈ അഗൈൻ, ഡു നോട്ട് ഫിയർ, സക്സസ് ഈസ് ഓൾവേസ് നിയർ, സ്റ്റാൻഡ് അപ്പ്, സ്മൈൽ ബ്രൈറ്റ്, യു ക്യാൻ വിൻ എനി ഫൈറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം? ആൻസർ ഡി ആണ്, ഫേസ് ദ ലൈഫ് വിത്ത് കറേജ്. ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുക. 19. വിച്ച് ഈസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് വേർഡ്സ്? ആൻസർ ബി ആണ്, ബോൾഡ്, ഹോൾഡ്, ഫിയർ, നിയർ, ബ്രൈറ്റ്, ഫെയ്റ്റ്. 20. ലിനു വിസ്പേർഡ് ദ ആൻസർ ഹെസിസ്റ്റൻ്റ്ലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് വേർഡ്സ് ഓപ്പോസിറ്റ് മീനിങ് ഇൻ ദ വേർഡ്സ് അണ്ടർലൈൻ? അണ്ടർലൈൻ ചെയ്തതിന് ഓപ്പോസിറ്റ് വേർഡ് എഴുതാനാണ് നൽകിയിട്ടുള്ളത്. വിസ്പേർഡ് എന്നാൽ മന്ത്രിക്കുക. ആൻസർ 2ഉം 4ഉം. കാൾഡ് ഔട്ട്, ഷൗട്ടഡ്. ആൻസർ ഓപ്ഷൻ എ. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 21. അക്കങ്ങളുടെ തുക 10 ആയ 3 അക്ക സംഖ്യകളിൽ ഏറ്റവും വലുതിനെക്കുറിച്ച് ശരിയായത് താഴെ കൊടുത്തവയിൽ ഏതാണ്? ആൻസർ ബി ആണ്. ആ സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്ത് 9 ആയിരിക്കും. 22. നിതിൻ രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര പുറപ്പെട്ടു. 10:40 തൃശ്ശൂരിലെത്തി. ഇനിയും 2 മണിക്കൂർ 50 മിനിറ്റ് യാത്ര ചെയ്താൽ കോട്ടയത്തെത്തും. കോഴിക്കോട് നിന്ന് കോട്ടയത്ത് എത്തുന്നതിനെടുക്കുന്ന സമയം എത്രയാണ്? 8 മണി മുതൽ 10:40 വരെ 2 മണിക്കൂറും 40 മിനിറ്റും. ഇതിലൂടെ 2 മണിക്കൂറും 50 മിനിറ്റും കൂട്ടുക. ആൻസർ 4:90 കിട്ടും. അത് 5 മണിക്കൂറും 30 മിനിറ്റുമാണ്. ആൻസർ ഓപ്ഷൻ ഡി, 5 മണിക്കൂർ 30 മിനിറ്റ്. 23.
ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച തീയതി 3 ആ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തീയതി എത്രയാണ്? ആൻസർ ബി 31. കലണ്ടർ ക്ലാസ്സിൽ ഇതിൻ്റെ ട്രിക്കുകളൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. 24. താഴെ കൊടുത്തവയിൽ 45 ഗുണിക്കണം 8 തുല്യമായത് ഏതാണ്? ആൻസർ സി ആണ്. 40 ഗുണിക്കണം 8 പ്ലസ് 5 ഗുണിക്കണം 8. 25. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 1971 കിട്ടി. ആ സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1971 പ്ലസ് 9. 26. 10 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്ററിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകൾ നോക്കൂ. 2 ഇത് 1 മീറ്ററിനേക്കാൾ കുറവാണ്. 4 ഇത് 104 മില്ലിമീറ്ററിന് തുല്യമാണ്. ആൻസർ എ 2ഉം 4ഉം ശരി. 27. അടുത്ത സംഖ്യ ഏത്? 8, 18, 30, 44, 60. ആൻസർ എ 78. 28. താഴെ കൊടുത്ത സംഖ്യയുടെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിച്ചാൽ 6489 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതായിരിക്കും? ആൻസർ സി ആണ്. 6458. 29. ഒന്നാം കോളത്തിലെ സംഖ്യകൾക്ക് തുല്യമായ സംഖ്യകൾ രണ്ടാം കോളത്തിലുണ്ട്. 3000, 10, 100, 8, 1. ആൻസർ സി 4008. രണ്ടാമത്തത് 2000, 20, 100, 8, 10, 8, 1. ആൻസർ 4088. 2 ഡി ആണ്. 3000, 18, 100, 7, 10, 10, 1. ആൻസർ 4880. 3 എ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു പ്രസ്താവനയും കാരണവും തന്നിരിക്കുന്നു. പ്രസ്താവന: താഴെയുള്ള ചിത്രം ഒരു ദീർഘചതുരമാണ്. കാരണം 4 വശങ്ങളുള്ള രൂപങ്ങളെല്ലാം ദീർഘചതുരമാണ്. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയേത്? ഇനി പരിസര പഠനം. 31. പ്രകൃതിദത്ത ആവാസത്തിൻ്റെ ശരിയായ കൂട്ടമേത്? പുഴ, വനം, കണ്ടൽക്കാട്, അണക്കെട്ട്. ഇത് ശരിയല്ല. കടൽ, പുഴ, അരുവി, അണക്കെട്ട്. അതും ശരിയല്ല. അണക്കെട്ട് പ്രകൃതിദത്ത അല്ല, മനുഷ്യനിർമ്മിതമാണ്. പുൽമേട്, കുറ്റിക്കാട്, കണ്ടൽക്കാട്, മിയാവാക്കി വനം. അതും ശരിയല്ല. കടൽ, കായൽ, പുഴ, കണ്ടൽക്കാട്. ആൻസർ ഡി ആണ്. 32. സ്കൂളിൽ നിന്നും പഠനയാത്രയ്ക്ക് പോയ കുട്ടികൾ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിസ്പൂരിൽ പോയി ബിഹു ഉത്സവവും കണ്ടു. അവർ സന്ദർശിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ സി ആസാം. 33. താഴെ പറയുന്നവയിൽ ഗംഗാരി അരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. നീളം കൂടിയ പിൻകാലുകൾ, വിയർപ്പിലൂടെ ജലനഷ്ടം കൂടുതലാണ്, മാളങ്ങൾക്ക് ആഴം കുറവാണ്, ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. ഇവിടെ ആൻസർ ബി 1ഉം 4ഉം ശരി. നീളം കൂടിയ പിൻകാലുകൾ, ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയും. 24. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അവ നടന്ന വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. തന്നിട്ടുള്ളത്: ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1 ഉപ്പു സത്യാഗ്രഹം, 2 ക്വിറ്റ്. 35. അങ്ങാടിക്കുരുവി, മലമുഴക്കി വേഴാമ്പൽ തുടങ്ങിയ പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. പക്ഷികളെ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഏറ്റവും ഉചിതമായ പ്രവർത്തനം എന്തായിരിക്കും? പക്ഷി സങ്കേതങ്ങൾ സന്ദർശിക്കുക, ബി സ്കൂളിൽ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുക, സി ഉയർന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസരത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുകയും ചെയ്യുക, ഡി പക്ഷിശാസ്ത്രജ്ഞരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. ആൻസർ സി ആണ്. 36. പ്രസ്താവന: അലക്കിയ വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ബാഷ്പീകരണം മൂലമാണ്. കാരണം ബാഷ്പം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ എ ആണ്. പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ്. ബാഷ്പം ദ്രാവകമായല്ല മാറുന്നത്, വാതകമായിട്ടാണ് മാറുന്നത്. 37. സൂര്യനിൽ നിന്നും അകലം അനുസരിച്ച് ഗ്രഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിൽ ശരിയായത് ഏത്? 38.
നാടൻ പാട്ടുകൾക്ക് ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ ഈണങ്ങളും വരികളും ഉണ്ടാകുന്നതിന് കാരണം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓരോ പ്രദേശത്തെയും ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ. 29 പ്രസ്താവന. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ വിവിധ ആകൃതിയിൽ ദൃശ്യമാകുന്നു. കാരണം ഭൂമി ചന്ദ്രനെ ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നു. ആൻസർ സി ആണ്. പ്രസ്താവന ശരി, കാരണം തെറ്റ്. 40 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തൂ. 1 സംഗീതജ്ഞനായ ഭരണാധികാരി, അത് സി ആണ്, സ്വാതി തിരുനാൾ. മാപ്പിളപ്പാട്ട് രചയിതാവ് ഡി മോയിൻകുട്ടി വൈദ്യർ. 3 മംഗലം കളി എ കല്യാണക്കളി. 4 ഹംസവും ദമയന്തിയും രാജാ രവിവർമ്മ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 സി, 2 ഡി, 3 എ, 4 ബി. ഇനി GK ക്വസ്റ്റ്യൻസ് ആണ്. 41 ഡ്രാഗൺ ഫ്രൂട്ട് കള്ളിച്ചെടിയുടെ വർഗ്ഗത്തിലുള്ള ചെടിയാണ്. ശരിയാണ്. 2 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഉൾക്കാമ്പിന് പച്ച നിറമാണ്. 3 സ്ട്രോബെറി പിയർ എന്നറിയപ്പെടുന്ന ഫലം ഡ്രാഗൺ ഫ്രൂട്ടാണ്. 4 കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രസ്താവനകൾ വിലയിരുത്തി താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുക. ആൻസർ ഡി 1ഉം 3ഉം ശരിയാണ്. 2 ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന 1947 ആഗസ്റ്റ് 15 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. 43 ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയെക്കുറിച്ച് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ആക്സിയം 4 എന്ന ദൗത്യത്തിലൂടെയാണ് അദ്ദേഹം ബഹിരാകാശത്തെത്തിയത്. 2 സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന ബഹിരാകാശ പേടകത്തിലാണ് അദ്ദേഹം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത്. GK ക്ലാസ് നൽകിയപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശുഭാംശു ശുക്ല, സുനിത വില്യംസ് ഒക്കെ പഠിച്ചു വെക്കണമെന്ന്. മക്കളെ LSS ക്ലാസ് കൂടാതെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകാറുണ്ട് കേട്ടോ. അതായത് CH പ്രതിഭ ക്വിസ്, സ്വദേശ് മെഗാ ക്വിസ്, അക്ഷരമുറ്റം തുടങ്ങിയ ക്വിസ് വീഡിയോസും ദിനാചരണ ക്വിസ് വീഡിയോസും നൽകാറുണ്ട് കേട്ടോ. മക്കൾക്കിനി ഉയർന്ന ക്ലാസ്സിലും GK ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ പഠിക്കാം കേട്ടോ. ഇനി 3 തമിഴ്നാട് സ്വദേശിയാണ് ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശുകാരനാണ് അല്ലേ. ഇവിടെ ആൻസർ 1 മാത്രം ശരി. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 44 കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം. മുകളിൽ നൽകിയിട്ടുള്ള എല്ലാ സൂചനകളും ശരിയായി വരുന്ന ഉത്തരം കണ്ടെത്തുക. ആൻസർ ഇരവിക്കുളം. 45 ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളും അവയുടെ തനത് കലാരൂപങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. കേരളം, ഉത്തർപ്രദേശ്, കർണാടക. ഇവയിൽ ശരിയായ കൂട്ടം ഏതാണ്? കേരളം ഡി മോഹിനിയാട്ടം, ഉത്തർപ്രദേശ് കഥക് എ ആണ്, കർണാടക യക്ഷഗാനം ബി ആണ്. 1 ഡി, 2 എ, 3 ബി. ആൻസർ ഓപ്ഷൻ സി. 46 കേരളത്തിലെ ചില പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? പാട്ടേക്കാട് എറണാകുളം, കുമരകം കോട്ടയം, ചൂലന്നൂർ വയനാടല്ല പാലക്കാടാണ്, കടലുണ്ടി മലപ്പുറം. ആൻസർ 1ഉം 2ഉം 4ഉം ശരി. ആൻസർ ഓപ്ഷൻ എ. കേരള ചരിത്രത്തിലെ ചില സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1 കേരള സംസ്ഥാന രൂപീകരണം 1950. 2 വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത് 1498. 3 പുന്നപ്ര വയലാർ സമരം 1946. 4 കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു 1991. ആൻസർ 2ഉം 3ഉം ആണ് ശരി. ആൻസർ ഓപ്ഷൻ ഡി. 8 കേരള സംസ്ഥാനത്തിൻ്റെ ചില സവിശേഷതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ഇവയിൽ തെറ്റായവ ഏത്? 1 ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളും 20 ലോകസഭാ മണ്ഡലങ്ങളുമുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. 4 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്.
49. ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. 3 വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത്. 2. 2026 ലോകകപ്പ് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് നടത്തുന്നത്. 3 രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പാണിത്. 4. അടുത്ത ലോകകപ്പിനുള്ള ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രിയാൻഡ എന്നാണ്. 2, 3, 4 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. 50. കേരളത്തിലെ റെയിൽവേ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായവ ഏത്? 1. കാസർഗോഡ് തിരുവനന്തപുരം, മംഗലാപുരം തിരുവനന്തപുരം, എറണാകുളം ബംഗളൂരു എന്നീ റൂട്ടുകൾ വന്ദേ ഭാരത് സർവീസുണ്ട്. 2. കൊച്ചി തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ മെട്രോ റെയിൽ സർവീസുണ്ട്. 3. കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി ദ്രിബ്രൂഗഡ് വരെ പോകുന്ന ട്രെയിനിൻ്റെ പേര് വിവേക് എക്സ്പ്രസ് എന്നാണ്. 4. വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ സർവീസ് നടത്തുന്നു. ആൻസർ ഓപ്ഷൻ എ. 1ഉം 3ഉം. ഓക്കെ മക്കളെ, പാർട്ട് 2 ഉടനെ നൽകാം കേട്ടോ. എല്ലാവരും മാർക്ക് കമൻറ്റിൽ അറിയിക്കണേ.